അപ്പോൾ നമ്മൾ മൈൻഡിനൊന്ന് റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ നിങ്ങളെ മൈൻഡിനെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മളെ പടച്ചവന് ഈ ഒരു ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പം എല്ലാവരും നല്ല പ്യുവറായിട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എല്ലാ ക്വാളിറ്റിയോടും കൂടിയിട്ട് തന്നെയാണ് പടച്ചവൻ എല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള കുറവുകളുണ്ടാവും. പക്ഷേ ആ കുറവിനെ നികത്താൻ അയാൾക്ക് വേറെ പല കഴിവുകളും കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും മൈൻഡ് എല്ലാവരും ക്ലിയർ ആയിട്ടാണ് പടച്ചവൻ ഈ ഒരു ഭൂമിയിലേക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ പിന്നീട് നമ്മൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ്, നമ്മളൊരു മൊബൈൽ അതല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു, അത് ആ ഉപയോഗിക്കുന്ന ആളെ രീതിക്കനുസരിച്ച് അയാളെ മൈൻഡിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക അത് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. എൻ്റെ മൊബൈലിൽ ഞാൻ കയറ്റിയ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങളൊന്നും ആവില്ല വേറൊരാൾ ചെയ്യുക, ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അയാളുടെ തോട്ട് വേറെ എൻ്റെ തോട്ട് വേറെ ആയി. പക്ഷെ എങ്ങനെ ഇത് കിട്ടുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾക്കിത് കിട്ടുന്നത്? എല്ലാവരും ഒരേ രീതിയിലാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാനത് ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും അല്ല പറയണത്. ഞാനിപ്പോൾ മൈൻഡിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും പടച്ചവന് നമ്മളെ ഈ ഒരു ഭൂമിക്ക് വിട്ടയക്കുമ്പോൾ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ നിങ്ങളതിനെ സങ്കല്പിക്കുക. പിന്നീട് അതിൽക്ക് എന്താണ് വരുന്നത്? നമ്മളെ പാരൻറ്റിങ്, നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്, നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത്, നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്, ഇങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കതിൽ കിട്ടുന്നത് അല്ലേ. ഇതിന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നെഗറ്റീവിനെയാവും നമ്മൾ കൂടുതൽ ക്യാച്ച് ചെയ്യുക. ഈ നെഗറ്റീവ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളിങ്ങനെ ആ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നെഗറ്റീവ്സുകൾ കൂടുമ്പം അത് കാണാൻ ഭംഗി ഉണ്ടാവുമോ? അതേ സമയത്ത് ആ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ എഴുതി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കാണാനും ഭംഗിയാണ്. അത് പിന്നീട് നമ്മൾ വായിക്കുമ്പോഴും അത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അല്ലേ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മളെ മൈൻഡും. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ലതും ചീത്തയും അത് നമ്മളെ കുറ്റമല്ല, നമുക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അത് ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കാണ് നമുക്കങ്ങനെ കിട്ടുക. നല്ലൊരു കുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാരന്റിങ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്കാണ്. അതിന് നമ്മൾ ഉത്തരവാദിയല്ല നമുക്ക് കിട്ടാത്തതിന്. അതൊരു സത്യം. നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇന്ന് ലഹരിക്ക് അടിമയാവുന്നതും അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനത്തെ ബിഹേവിയറിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശരിയായ ഒരു പാരന്റിങ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ആദ്യം നമ്മളടുത്താണുള്ളത്. അപ്പോൾ ആ ഒരു പാരന്റിങ് ശരിയായിട്ടുള്ള ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ കുട്ടികൾ തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കും എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മനസ്സുണ്ടല്ലോ, അത് ഇങ്ങനെ വന്നു നല്ലതിനെയും ചീത്തതിനെയും ഒക്കെ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സത്യം. നമ്മളെ പടച്ചോൻ സൃഷ്ടിച്ചത് നമ്മളെ ആരും കള്ളനും കൊലപാതകയോ അല്ലെങ്കിൽ ക്രൂരനോ ഒന്നും ആയിട്ടല്ല. അല്ലെങ്കിൽ നല്ല മനസ്സ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കി തീർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആയി തീർന്നു, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ആവുക, ഇതിനെ മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ എന്നൊന്നും ചിന്തിച്ച് ആരും സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ എത്ര ദുഷ്ടന്മാരായിക്കോട്ടെ, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് ആണ് നിങ്ങൾ അങ്ങനെ ആയത് എന്നൊരു കുറ്റബോധം, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിടക്കുന്നുണ്ടെങ്കിൽ മനസാക്ഷി എന്നൊരു സാധനം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ശരിയാവണം എന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചുറ്റുപാട് ഇങ്ങനെയാണല്ലോ, എനിക്ക് ശരിയാവാൻ പറ്റുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇതുവരെ ഇങ്ങനെ നടന്നു, ഞാൻ ഇനി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇനി എന്നെ ഇങ്ങനെ കളിയാക്കും, എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെ എന്നെ കാണും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതൊക്കെ മാറ്റുക. നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ പാരൻറ്റോ ആരും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നതും ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിനെ അതുവരെയുള്ള സംഭവങ്ങളെ ഒക്കെ നമ്മൾ അങ്ങോട്ട് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൈൻഡിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് തരാൻ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മാറാൻ പറ്റും. അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഒന്ന് വേണം, മാറണം എന്ന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. എനിക്ക് ഇതിന്നൊക്കെ ഒരു മോചനം വേണം, എൻ്റെ ഈ ഒരു സ്വഭാവം ശരിയല്ല. നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളാണെങ്കിലും പല ക്യാരക്ടറുകളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മൾ പലതിലും പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ നിങ്ങളെ മുന്നിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു റീപ്രോഗ്രാമിംഗ് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ മൈൻഡിനെ, നിങ്ങളെന്ന വ്യക്തിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലറെ സമീപിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മൈൻഡിനൊന്ന് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ളത്, അതാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ തെറ്റുകളും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പല ആളുകളും പല രീതിയിലാണ്. അപ്പോൾ പല ആളുകൾക്കും പല ആളുകളടുത്ത് നമ്മൾ സംസാരിക്കേണ്ട രീതിയും പല ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട രീതിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിൽ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കൗൺസിലർമാരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തെറാപ്പി ചെയ്യുന്ന ആളും കൂടെ ആവണം കേട്ടോ. നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മോചനം കിട്ടും. നമ്മളൊക്കെ മരിച്ചു പോകേണ്ട മനുഷ്യന്മാരാണ്. അവിടെ പടച്ചോൻ എവിടേക്കാണ് നോക്കുക, നമ്മളെ ഹൃദയത്തിൽക്കാണ് നോക്കുക. നിന്റെ സമ്പത്തിക്കോ നിന്റെ സൗന്ദര്യത്തിക്കോ നിന്റെ വസ്ത്രത്തിക്കോ ഒന്നുമല്ല പടച്ചോൻ നോക്കുക. പടച്ചോൻ നോക്കുക എവിടേക്കാണ്, നമ്മളെ ഹൃദയത്തിക്കാണ്. ആ ഹൃദയം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശുദ്ധിയാക്കി വെക്കേണ്ടത്. നമ്മൾ നനച്ചുളിക്ക് നമ്മളെ വീട് മൊത്തം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാത്ത ഉള്ളിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങൾ വരെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതിന് നിങ്ങളെ മനസ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ 2 ദിവസം മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കുറിച്ച് നിങ്ങൾ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ്, നിങ്ങൾ ഈ വീട് നനച്ചുളി ചെയ്യുന്നത് പോലെ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ നനച്ചുളി നടത്തിയിട്ടുണ്ടോ, അതിനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. പടച്ചോ നോക്കുന്നത് എവിടേക്കാണ്, നിങ്ങളെ മനസ്സിലാണ്. അപ്പോൾ ആ ഒരു മനസ്സിനെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ ഒരു നോമ്പിന് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികളൊക്കെ അവിടേക്ക് എത്തുള്ളൂ. ആ ബോധം ആദ്യം ഉണ്ടാവുക എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും മനസ്സ് ശുദ്ധിയാക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് നന്നാവണം, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റണം എന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ 100% ഷുവർ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാവാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയമുള്ള. മനസ്സുണ്ടാവണം എന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻസുകൾ അറിയിക്കുക. നിങ്ങളെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ വീഡിയോസുകളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അതുപോലെ തന്നെ ഈ ഒരു റമദാൻ മാസം നമുക്കറിയാലോ, ഒരുപാട് പുണ്യം വാരി വിതറുന്ന ഒരു പടച്ചോൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്ന മാസമാണ്. മാക്സിമം നമ്മളെല്ലാവരും നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാനും പറയാണ്, എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലുമൊക്കെ വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം അത് ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും അത് പുറത്തു തരിക, മാപ്പാക്കി തരിക, ആരും ഒന്നും മനസ്സിൽ വെക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.